മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. എന്ത് രസമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ എഴുതുമ്പോൾ എന്തിനാണ് ഇങ്ങനൊന്നും വരാത്തത്? ഇതേ വാക്കൊക്കെ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എടാ സഹായം ചെയ്യൂ. എന്ത് സഹായം? ആ പാറുവിനെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടേ കറക്കിയിട്ട് വാടാ. എടാ ഒരു സമാധാനം തരുന്നില്ലടാ കൊച്ച്. എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ എന്തെങ്കിലും പൊക്കിക്കൊണ്ടുവരും. ആ ഇപ്പൊ മനസ്സിലായ നമ്മുടെ ചെറുതിലെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ മേയ്ക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട പാട്. എന്റെ ഓർമ്മയില് നമുക്ക് അത്രയും കുരുത്തക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ ഒരു ഓർമ്മയില് പാറു ഇതുവരെയായിട്ട് നമ്മൾ കാണിച്ച കുരുത്തക്കേടിന്റെ ഒരു അംശം പോലും കാണിച്ചിട്ടില്ല. ആര് പറഞ്ഞ്? നോക്കിക്കോ, അവള് കുറച്ച് കഴിയുമ്പോണ്ടല്ലോ നമ്മളങ്ങോട്ട് കടത്തി വെട്ടും. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട്. എടാ നീ ഇപ്പൊ തന്നെ നോക്കടാ, നമ്മൾ എവിടെയെങ്കിലും അവൾ ഇരുത്തുന്നുണ്ടാ? എവിടെയെങ്കിലും സമാധാനത്തോടെ 5 മിനിറ്റ് ഇരിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് അപ്പൊ എന്തെങ്കിലും കൊസറക്കൊള്ളി സാധനമായിട്ട് വരും. ഇതെന്ത് ചെയ്യാനാ? സമാധാനം വേണ്ടേ മനുഷ്യന്? ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. വള്ളി പിടിച്ചോണ്ട് വരാൻ അവളെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞു അവളെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. ഇനി പെറാളെ മൊത്തം കറങ്ങിയാലും കുഴപ്പമില്ല, പതുക്കെ വന്നാ മതി. ചെലവുള്ള കേസ്. ചെലവാ? ചെലവ് അത് കുഴപ്പമില്ല, അത് ഞാൻ നോക്കിക്കോളാം. ഉറപ്പാണേ? നോക്കിക്കോളുമല്ലോ. നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ അവളുടെ കാര്യം ഞാൻ ഏറ്റി. അപ്പൊ ഞാൻ പോയിട്ട് വരാം. വേഗം പോയിട്ട് വാ, എനിക്ക് കുറച്ച് പണി. ATM കാർഡ്. ATM കാർഡാ? അതകത്തിരിക്കേ. ATM കാർഡൊക്കെ തരാം, പക്ഷെ മുടിപ്പിച്ചിട്ട് തിരിച്ചു വരരുത്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എങ്ങാനും അങ്ങനെ ചെയ്താ എന്റെ തനി സ്വഭാവം നീ അറിയും. ചേച്ചി നമ്മുടെ അനിയത്തി പാറുവിനെ കൊണ്ടാണ് ഞാൻ പുറത്തോട്ട് പോണത്. നല്ല എക്സ്പെൻസ് ഉള്ള കാര്യമാണ്. എടാ പാറുവിന്റെ എക്സ്പെൻസിൽ എനിക്കൊരു ഐഡിയ ഒക്കെ ഉണ്ട്, പക്ഷെ നിന്റെ എക്സ്പെൻസിലാണ് എനിക്ക് ഐഡിയ ഇല്ലാത്ത. ATM കാർഡ് മുടിപ്പിക്കരുതല്ലേ? ശരിയാക്കി തരാം, എടുത്തോണ്ട് വാ സാധനം. എന്തടേ അവിടെ 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 എവിടെയാന്ന് പറയാ കാര്യം പറയും. കനേന്റെ അടുക്കളയിൽ തലയടിച്ച് വീണ് കൊറേ ചോര പോകുന്നുണ്ട്. ദൈവമേ, ചേച്ചി എന്തേലും വയ്യാതെ വന്നാൽ തന്നെ പറയാത്താണ്. നോക്ക്, അവിടെ എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടാവും. ചോര എവിടെ? അതിന്റെ ഇടയ്ക്ക് അതല്ലാണോ കഴിക്കളഞ്ഞത്? என்ன சொல்றீங்க? അല്ല, കനകാന്റെ തലയിടിച്ച് വീണ് ചോര പോയെന്ന് പറഞ്ഞു. யாரு சொன்னா? നിങ്ങൾ എല്ലാരും ചമ്മി പോയേ. എന്തോന്ന് കാണിച്ച പാറു? പാറുവേ, ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1-ാം തീയതി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കാണിച്ചോണ്ടിരുന്ന കാലവരി അറിയായി. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞാൽ ഇവക്കിപ്പോ കുരുത്തക്കേട് കുറച്ച് കൂടുതലാണെന്ന്. என்ன பாரு இப்படி எல்லாம் பண்ற நீ? നിങ്ങൾ എന്താ വന്ന് പറഞ്ഞേന്ന് അറിയോ? കനകാന്റി അടുക്കളയിൽ തല അടിച്ച് വീണ് ചോരയൊക്കെ മൊത്തം പോയിന്ന്. பாரு எதுக்கு நீ இப்படி போய் சொல்ற? ഇപ്പൊ വാ തുറന്ന പോയി മാത്രമേ ഉള്ളൂ. നീ എന്തിനാ കള്ളം പറഞ്ഞേ? കള്ളം പറയാതെ ആൾക്കാരെ എന്നെ പറ്റിക്കുന്നേ. പോയി തർക്കുത്തരം പറഞ്ഞാണ്ടല്ലേ പാറു. ഒരു കാര്യം ചെയ്യും, ചേച്ചിനെ പാക്ക് ചെയ്. കുറച്ചു ദിവസം പടവലത്തെ അപ്പൂപ്പന്റെ അടുത്ത് നിക്കട്ടെ, അപ്പോഴേക്കും അവള് മര്യാദയൊക്കെ അങ്ങ് പഠിച്ചോളൂ. വേണ്ട. എന്ത് വേണ്ടാന്ന്? എടാ പണ്ട് പടവലത്ത് വെച്ച് ഞാൻ കള്ളം പറഞ്ഞപ്പോ അപ്പൂപ്പൻ എന്നെ ശിക്ഷിച്ചത് ഓർമ്മയുണ്ടാ? അത് മറക്കാൻ പറ്റൂ? എന്റെ പൊന്നോ, എന്റെ കണ്ണിന് ഇപ്പോഴൊന്നും മാറിയിട്ടില്ല. എന്ത് ശിക്ഷ? എന്ത് ശിക്ഷ എന്നാ? പണ്ട് ലച്ചു ചേച്ചി പടവലത്ത് വെച്ച് കള്ളം പറഞ്ഞു. അപ്പൂപ്പന് ദേഷ്യം വന്നിട്ട് അപ്പൂപ്പ ഒരു വലിയ അല്ലെങ്കിൽ വേണ്ട. ഇനി ഞാൻ എവളെടുത്ത് പറഞ്ഞാൽ ചിലപ്പോ എവള് ഉറക്കത്തിൽ കിടന്ന് പേടിക്കും. എന്നാലും അന്നടിച്ചടി എന്റെ പാടിപ്പോഴും കയ്യിലും കാലൊക്കെ അതെ ഇവിടെ ഒക്കെ പാടുണ്ട്. പൊട്ടിയായിരുന്നു തോന്നുന്നില്ലേ? ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യും, വാ പോവാ. എന്തായാലും ചെല്ലുന്ന വാക്കിനെ അപ്പൂപ്പന്റെ അടുത്ത് പറയണം വലിയൊരെണ്ണം വെട്ടി വെക്കാൻ. ഒറ്റയടിക്ക് എന്നെ കള്ളം പറയണം നിർത്തണം. ഇറങ്ങ്. വേണ്ട ലച്ചു, വിട്ടിട്. എന്ത് വിട്ടിടുന്ന്? ഇങ്ങനൊക്കെ ഓരോ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വാ തോന്നിയതൊക്കെ വിളിച്ചു പറയണത്.
കള്ളം പറയണേ? ഇങ്ങനെയൊക്കെയാണോ ഒരു മനുഷ്യൻ കള്ളം പറയണേ? 2 മാസം വെക്കേഷൻ അല്ലേ? പടവലത്തെ അപ്പൂപ്പന്റെ അടുത്ത് തന്നെ നിക്കട്ടെ അവള്. ഞാന് കള്ളം പറയൂല. എങ്ങനെ? ഞാന് കള്ളം പറയൂല. കള്ളം മാത്രമല്ല, അടങ്ങി ഒതുങ്ങി തർക്കുത്തരവും പറയാതെ മിണ്ടാതെ ഇവിടെ നിക്കണം. പറ്റുമോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് കൊണ്ടുപോവാ അപ്പൂപ്പന്റെ അടുത്ത്. ഇവള് നമ്മള് പറഞ്ഞ ഇവള് കേൾക്കൊന്നുമില്ല. വേണ്ട വേണ്ട. ഇനി കള്ളം പറയുമെന്നാ? ഇല്ല ഇല്ല. ഉറപ്പാണോ? എന്നാ പിന്നെ കേശുവേ. എന്നാ പിന്നെ പാറു പറയട്ടെ. ഞാൻ അവിടെ പോവില്ല ചേട്ടാ. എടി അതല്ല, കൈ നീട്ട്. കൈ താക്ക്. എടി കൈ നീട്ട്. ലച്ചു ചേച്ചി. കനകമാൻഡി കൈ താത്തു. ലക്ഷ്മി. ലക്ഷ്മി അല്ലല്ലോ അവരുടെ അത് പേര്. ഞാൻ. പാർവതി ബാലേന്ദ്രൻ തമ്പി കൈ നീട്ടു. കഷ്ടം തന്നെ ഇത്. ഞാൻ എന്ത് പറയാൻ വന്നേ? ഞാൻ പറയണ അതേപോലെ ഏറ്റു പറഞ്ഞോണം കേട്ടല്ലോ. ഇന്ന് മുതൽ പാർവതി ബാലേന്ദ്രൻ തമ്പി എന്ന ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. കള്ളം പറയത്തില്ല. മൂത്തവര് പറയുന്നത് കേട്ടനുസരിച്ച് നിൽക്കും. എല്ലാവരെയും ബഹുമാനിക്കും. ചെറിയവരും വലിയവരും അല്ലാതെ തർക്കുത്തരം പറയൂല. പ്രത്യേകിച്ച് കേശേട്ടനെ ലച്ചേച്ചയും ബഹുമാനിക്കും. കനകാന്റിയും ബഹുമാനിക്കും. വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും ബഹുമാനിക്കും. വലിയവരെ മാത്രം ബഹുമാനിച്ചാ പോരെ? ഇവള് നന്നോല പടവലത്ത് പോവാ. വേണ്ട, എല്ലാരെയും ബഹുമാനിച്ചോളാം. അത് അവിടെ പറഞ്ഞു. എല്ലാരും ബഹുമാനിക്കും. പറയണേ. എല്ലാരെയും ബഹുമാനിക്കും. പിന്നെ ഒന്നുകൂടെ പറയാണ്, കള്ളം പറയൂ. കള്ളം പറയൂല, സത്യം മാത്രമേ പറയൂ. അതെ ചേച്ചി. തൽക്കാലം മതി. ഞാനും കള്ളം പറഞ്ഞ ബാഗ് പാക്ക് ചെയ്യുന്നു, നേരെ വണ്ടി കയറ്റി വിടും. 4 ദിവസം നമ്മളൊന്ന് നോക്കും. ഇല്ലെങ്കിൽ 2 മാസം അപ്പൂപ്പന്റെ ശിക്ഷണത്തിൽ നീ നിൽക്കും. കേട്ടാ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്കും ഇല്ല, നോക്കാം. പാറുവിന്റെ കാര്യം ഒന്നും പറയാതിരിക്കണ ഭേദം പറഞ്ഞില്ല. അതോ ഇവിടെ ഇരിക്കണ്, ഊഞ്ഞാലിരുന്ന് ആടിക്കൊണ്ടിരിക്കണ് മുതലാളി. കളിക്കണം തോന്നുന്നു. അവളെ ഈടായിട്ട് കള്ളം പറച്ചിലൊക്കെ കുറച്ച് കൂടുതലാണ്. പിന്നെ ഞങ്ങളൊന്ന് പിടിച്ച് വരട്ടി വിട്ട്. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നണ്. ലച്ചേച്ചിയാ? എന്റെ പൊന്നോ, ചേച്ചിയുടെ കാര്യം ചില സമയമുണ്ടല്ലേ നമ്മളെങ്ങ് താറടിച്ചളയുന്നു. കാര്യമൊക്കെ ശരി തന്നെ. നമ്മള് ഫ്രണ്ട്സിനെ പോലാണ്, ഭയങ്കര ഹൈ ബോണ്ടൊക്കെയാണ്. പക്ഷേ ചില സമയം ചേച്ചിയുടെ സ്വഭാവം നമുക്ക് പിടിക്കില്ലെന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ അതിനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോണം. കൂറ സ്വഭാവം ഒന്ന് ചില സമയം അലമ്പ്. തന്നെ എന്റെ ചേച്ചിയൊക്കെ തന്നെ. എന്നാലും പിന്നെ എനിക്ക് പറഞ്ഞുകൂടി. ഈ സംഭവം എന്താണെന്ന് വെച്ചാലേ, നമ്മള് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ചേച്ചി ആദ്യമൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷെ ഇങ്ങനെ സ്നേഹത്തിലായിരിക്കും. പെട്ടെന്ന് ഈ പുലി ചീറ്റണ പോലെ ചീറ്റിക്കൊണ്ടൊരു വരവുണ്ട്. എന്റെ പൊന്നോ, നമ്മളെന്ത് പറഞ്ഞത്? ലച്ചേച്ചി അത് പുലി ചീറ്റിക്കൊണ്ട് പറഞ്ഞോലൊരു വരാണ്. ഞാൻ വിളിക്കാം. അല്ല, വന്നിട്ട് പിന്നെ വിളിക്കാം. ശരി. എന്താടാ എന്താ ഇത് പരിഗണ? ആര് പരിഗണ? ഞാൻ എന്ത് പരിഗണ? ഞാൻ വന്നപ്പോ ഫോൺ കട്ട് ചെയ്തു. ഇതൊക്കെ ഒരു പരിങ്ങലാണോ? നീ എന്താ എന്നെ പറ്റി പറഞ്ഞോണ്ടിരുന്നു? ലച്ചേച്ചിയെ പറ്റിയോ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. പാറുവേ, കേശുചേട്ടൻ എന്താ പറഞ്ഞേ? കണ്ണൊന്നും ഇങ്ങോട്ട് കാണിക്കണ്ട. പറവാറു, ചേട്ടൻ എന്താ പറഞ്ഞേ? കണ്ടാ, ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒന്നുമില്ലായെങ്കിൽ ഒന്നുമില്ല. നീ എന്തോ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ മുത്തല്ലേ, പറ. കേശുചേട്ടൻ മെർലിൻ ചേച്ചിയെ വിളിച്ച്
ചേച്ചിയെ വിളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ മെർലിൻ ചേച്ചി കേശുവിന്റെ അടുത്ത് വെച്ച് ചേച്ചിയുടെ കാര്യം. ഓക്കെ. അപ്പൊ കേശേട്ടൻ പറഞ്ഞ് ചില സമയം ചേച്ചിയുടെ സ്വഭാവം ശരിയല്ലെന്ന്, ആർക്കും പിടിക്കൂലെന്ന്. പിന്നെ ചേച്ചി ഭയങ്കര അലമ്പാണ്, ചേച്ചി ഭയങ്കര കച്ചറയാണ്. ഇങ്ങനൊന്നും അല്ല കേട്ടോ പറഞ്ഞേ, ഏതാണ്ട് ഇതുപോലെ തന്നെ പറഞ്ഞേ അല്ലേ ചേട്ടാ? കച്ചറയാടാ ഞാൻ? അലമ്പാ? കൊള്ളാടാ. സ്വന്തം ചേച്ചിനെ പറ്റി ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനത്തെ കുറ്റമൊക്കെ തന്നെ പറഞ്ഞുകൂടാ. ചേച്ചി ഞാൻ ഉദ്ദേശിച്ച അങ്ങനെ നീ ഒന്നും ഉദ്ദേശിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടാ. ഉദ്ദേശിക്കാൻ വന്നേക്കുന്നവൻ. നിനക്ക് നാണുണ്ടോടാ സ്വന്തം ചേച്ചിനെ പറ്റി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞെടുക്കാൻ? അല്ല ചേച്ചി, നമ്മളിങ്ങനെ പറയുമ്പോഴേ ഫ്രണ്ട്ലി ആയിട്ട് ഗുണങ്ങളൊക്കെ പറയില്ലേ ആൾക്കാരുടെ, അങ്ങനെ. നീ കൂടുതലൊന്നും പറയണ്ട കേശു, പറഞ്ഞോളത്തോളൊക്കെ മതി. என்ன இங்க சண்டை? എന്റെ ആന്റി, സ്വന്തം ചോര എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ കണ്ണൊന്ന് തെറ്റി കഴിഞ്ഞാ സ്വന്തം ചോര വരെ നമ്മുടെ കുറ്റം പറയും. ആന്റി, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ പറ്റി നമ്മൾ വേറെ ആളുടെ അടുത്തെങ്കിലും നമ്മൾ കുറ്റം പറയും? ഇല്ലല്ലോ. കണ്ടാ? പക്ഷെ അല്ല കനകാന്റി, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള വേറൊരാളുടെ കാര്യങ്ങൾ നമ്മൾ പറയൂലേ. ഇപ്പൊ ഉദാഹരണത്തിന് കനകാന്റി ഇഷ്ടമാണല്ലോ നമുക്ക്. അപ്പൊ നമ്മള് കനകാന്റി ചക്കരപ്പൊങ്കൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയൂലേ തമാശക്ക്. നമ്മൾ പറയൂല കനകാന്റി എപ്പോ നോക്കിയാലും ചക്കരപ്പൊങ്കൽ ഉണ്ടാക്കുക പറയില്ലേടി, പറയും. അപ്പൊ തമാശയല്ലേ അത്? അതേപോലെ டேய், நான் சக்கரை பொங்கல் பண்ணறது உனக்கு ரொம்ப காமெடியா தெரியுது இல்ல? ഇവനെല്ലാം കോമഡി ആണല്ലോ ആന്റി. എന്തായാലും നിന്നീന്ന് ഞാൻ ഇത് പ്രതീക്ഷ. കനകാന്റിയെ ഞാൻ நீ ഉദ്ദേശിച്ചത് ஒன்னும் சொல்ல வேண்டாம். இனிமே உனக்கு நான் சக்கரை பொங்கல் செஞ்சு தர மாட்டேன். ചക്കരപ്പൊങ്കൽ പോയി കിട്ടി. നിന്നോട് ആരടി പറഞ്ഞ? ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ കാര്യമല്ല. അവിടെ ലച്ച ചെറുപ്പണ്ടി കുട്ടി വിളമ്പി കൊടുക്കാം കുരിപ്പേ. ചേട്ടനല്ലേ ഏട്ടാ എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചേ? സത്യം മാത്രമേ പറയാവുള്ളൂ. നമ്മളീ മക്കളെ, ഈ സത്യം പറയാന്ന് വെച്ചാല് യുക്തിയും കൂടെ നോക്കണം. യുക്തിയാ? അതെന്തോ? അത് ഈ ചേട്ടാ ഒന്നുമില്ല, ഞാൻ സത്യം മാത്രമേ പറയൂ. ചേച്ചി എന്തെങ്കിലും കഴിക്കാനുണ്ടോ? കഴിക്കാൻ ഇനിയിപ്പോ ചോറ് കറിയൊക്കെ ആവണേ ഉള്ളൂ. അതല്ല, വേറെന്തെങ്കിലും ഉണ്ടോന്ന്? ചിക്കനും മന്തിയൊക്കെ അതുപോലെ. ചിക്കനും മന്തി ആടി ഇതേ അടുപ്പത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നു. ചിക്കനും മന്തിയൊക്കെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. ഇത് തീർത്തില്ലേ? ஐயோ, என்ன பண்ணினீங்க? തണ്ണി മൊത്തം കഴിക്കുന്നു. ஐயோ, இது எதுக்கு எடுத்தீங்க? പിന്നെ കഴിക്കാനുള്ള സാധനം പിന്നെ കഴിക്കാനല്ല എടുക്കണത്. ஐயோ, கேஷு வந்து திட்ட போறான். நேத்துக்கு இது சாப்பிட்டுட்டு அங்க வச்சாவன். എന്നിട്ട് இன்னைக்கு என்கிட்ட சொன்னா வந்துட்டு நான் இது சாப்பிடுவேன்னு. பாரு, உனக்கு தெரியும்ல அவன் கோவம். திட்ட போறான் இன்னைக்கு. ചേച്ചി നമ്മളെ കൊല്ലും കേശോട്ടെ. കേശു എടുത്ത് വെച്ചാണോ? ஆமா. അത് കുഴപ്പമൊന്നുമില്ല ആന്റി, വിശന്നിട്ട് കഴിച്ചതല്ല. അവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ആർക്ക്? കേശോണ്ണ വേറെ എന്തിനും ക്ഷമിക്കും, പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ ക്ഷമിക്കത്തില്ല. அது அவ சொன்னது கரெக்ட். അത് കുഴപ്പമൊന്നുമില്ല. അവരെന്തെങ്കിലും വന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ അങ്ങ് ഡീൽ ചെയ്തോളാം. നീ അത് പെട്ടെന്ന് കഴിക്കും. ആണോ? எனக்கு வேண்டாம், எனக்கு பயமா இருக்கு. ഭയം திட்ட போறான் லட்சு. പറഞ്ഞല്ലോ ഞാൻ ഡീൽ ചെയ്തോളാം. ആന്റി, തണ്ണി മറ്റേ തമിഴ്നാട്ടിൽ എന്താ പറയണ? വത്തക്കേ சொல்லும், தர்பூசணின்னு சொல்லும். തർപൂസണിയാ? ഇവിടെ എന്തൊക്കെ പേരല്ലേ? ബത്തക്ക, കുമ്മട്ടി, തണ്ണിമത്തൻ. കുമ്മട്ടി പഴന്നു എങ്ക ഊർല சொல்லும் ലച്ചു. എല്ലാം ഒന്ന് തന്നെയാ. ഞാൻ മഞ്ഞ കളറുണ്ട്, ഭയങ്കര ടേസ്റ്റാ. കഴിച്ചോ? അത് എങ്ക ഊർലേ ഇருக்கு. ശരി, ഞാൻ കൈ കഴുകാറോ?
ചേച്ചി പറ ദേഷ്യത്തിലാണാ? ദേഷ്യു എന്തിന്? ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞതേ സംഭവം അത് നമ്മൾ ഈ സ്നേഹത്തിൽ നമ്മളിങ്ങനെ പറയൂലേ ഇങ്ങനെ ഇരിക്കുമ്പോ, അപ്പൊ അങ്ങനെ ഒരാളുടെ ഒരു മഹിമ ഇങ്ങനെ പറയാൻ വേണ്ടി സ്നേഹത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. എന്റെ പൊന്നു കേശു, നിന്റെ ഒരു ദുഷ്ട മനസ്സാന്നുള്ള കാര്യം ഞാൻ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു. എന്താ ചേച്ചി ദുഷ്ട മനസ്സെന്നൊക്കെ പറയണേ? പിന്നെ അല്ലാണ്ട് ചേച്ചിനെ പറ്റിയുള്ള കുറ്റാണോ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണത്? ക്ഷമി ഒരു ക്ഷമയില്ല. അപ്പൊ ക്ഷമിക്കൂലേ? ഇല്ല. കനകാന്റിയേ, ഞാനേ ഇതിനകത്ത് 2 തണ്ണിമത്തന്റെ പീസ് വെച്ചായിരുന്നു. എവിടത്? எனக்கு லட்சு உனக்கு தெரியுமா? എന്തോന്ന്? தர்பூசணி. തർപ്പൂസണിയാ? ആ തണ്ണിമത്തൻ. അത് രാവിലെ അമ്മൂമ്മ പോന്നതിന് മുന്നേ കഴിച്ചിട്ടാടാ പോയത്. എന്താ അമ്മൂമ്മ കഴിച്ചാ? എന്തൊരു പരിപാടിയും നോക്കണേ. അയ്യേ, എന്നാ പിന്നെ അമ്മൂമ്മ കഴിച്ചപ്പോ അമ്മൂമ്മക്ക് പറഞ്ഞുകൂടായിരുന്നാ? പിന്നെ ഒരു ഇച്ചിരി പോന്ന കുഞ്ഞ് തണ്ണിമത്തം കഴിക്കാനല്ല അമ്മൂമ്മ നിന്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് കഴിക്കണത്. ഞാൻ വലിയ കാര്യത്തെടുത്ത് വെച്ചിരുന്നേരും. ഇനിയിപ്പൊ പോയത് പോട്ട്, അടുത്തവണ മേടിക്കുമ്പോ ബുക്കിംഗ് കൊണ്ടുമൊക്കെ എടുത്തു വെക്കാം. ചേട്ടാ, അമ്മൂമ്മയൊന്നും കഴിച്ചല്ല, ഞാനും ചേച്ചിയും കൂടി ഇപ്പം കൂടി കഴിച്ചതേ ഉള്ളൂ. തൊണ്ടുവാണെങ്കിൽ അവിടെ ഇരിപ്പുണ്ട്, പോയെടുത്തോ. ചേച്ചി എന്തിനാ നോണ പറയുന്നേ? ചേച്ചിയല്ലേ എന്റെ അടുത്ത് പറഞ്ഞേ നോണ പറയരുതെന്ന്. ഓഹോ, ഞാൻ കഷ്ടപ്പെട്ട് എടുത്ത് അരിഞ്ഞ് കഴിച്ചിട്ട് ബാക്കി വന്ന 2 പീസ് പിന്നെ കഴിക്കാന്ന് വിചാരിച്ച് ഇതിനകത്ത് എടുത്ത് വെച്ചപ്പോ എടുത്ത് തിന്നേക്കണ്. തിന്നതും പോരാ, എന്റെ അടുത്ത് കള്ളം പറഞ്ഞേക്കണ്. അതും ആ പാവം പിടിച്ച അമ്മൂമ്മയുടെ തല കിട്ടേക്കണ്. ഉളുപ്പുണ്ടായി. ഒരു കുഞ്ഞു കഷ്ണം തണ്ണിമത്തം കഴിച്ചത് എന്തോന്ന് ഉളുപ്പിനിരിക്കുന്നു. കുഞ്ഞു കഷ്ണം ഉള്ളായിരുന്നു, പക്ഷെ കുഞ്ഞു കഷ്ണം എന്റെ ആയിരുന്നു. അതിനിപ്പോ എന്താണ്? ഞാൻ വിശന്നപ്പം എടുത്ത് കഴിച്ചതാ. അങ്ങനെ തോന്നുമ്പോ എടുത്ത് കഴിക്കാൻ പാടുണ്ടോ? എന്റെ അടുത്ത് ചോദിച്ചിട്ട് വേണ്ട കഴിക്കാൻ. ചേച്ചിക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ ചേച്ചി? അങ്ങനെ തണ്ണിമത്തനൊക്കെ ഇവിടെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അത് മാറ്റി വെക്കണ ആരായിരിക്കും? ഞാനാണ്. അതറിയാൻ നോർമൽ 5ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിമതി, അല്ലാതെ IAS പറയടാ പറച്ചില് കേട്ട് തന്നെ ഒരു തണ്ണിമത്തം മൊത്തം അതിനകത്ത് വെച്ച പോലെയാണല്ല. എടാ ഈ പാറുവിന് ചെറുവരിലത്ര വലിപ്പം പോലും ഉണ്ടായിരുന്നില്ല തണ്ണിമത്തിന്. ആര് പറഞ്ഞു? 2 നല്ല റെക്ടാങ്കുലർ എന്തായാലും ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ഏരിയ വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ തണ്ണിമത്തം അവിടെ. എനിക്ക് എന്റെ തണ്ണിമത്തം തിരിച്ചു കിട്ടണം. എനിക്ക് എന്റെ തണ്ണിമത്തം എടുത്ത്. ചേച്ചി എന്തിനു പറഞ്ഞു? ദുഷ്ട മനസ്സെന്നാ? എനിക്ക് ദുഷ്ട മനസ്സെന്നാ? ചേച്ചിക്കാണ് ചേച്ചി ദുഷ്ട മനസ്സ്. പാവം പിടിച്ച അമ്മൂമ്മയുടെ തലയ്ക്കൊണ്ട് ഇട്ടില്ലേ ചേച്ചി? എടാ എടാ എടാ, ഞാൻ നേരത്തെ പറഞ്ഞതിനൊക്കെ പകരം പോക്കുവാണല്ലോ നീ. എന്തൊരു പകരം പോക്കായി? ഫുഡിന്റെ കാര്യമാണ്, ഒരു പകരം പോക്കലും ഇല്ല. കുറച്ചെങ്കിലും ഉളുപ്പ്, ഇച്ചിരിയെങ്കിലും ഉളുപ്പ്. ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന സാധനം തിന്നിട്ട് നിക്കണം. നീ ഇപ്പൊ നോക്ക്, കൊച്ചുള്ളോണ്ട് ഞാൻ അറിഞ്ഞ് പറയണില്ല. ഞാൻ സമാധാനായ? ഞാൻ പറഞ്ഞതല്ലേ അവൻ എന്തെങ്കിലും വന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഡീൽ ചെയ്തോളാന്ന്. അപ്പൊ നീ കൂടെ നിൽക്കുവല്ലേ വേണ്ടേ? ചേച്ചി, ഡീൽ ചെയ്യുവാണെങ്കിൽ സത്യം പറഞ്ഞ് ഡീൽ ചെയ്യാം, അല്ലാതെ കള്ളത്തരത്തിന് കൂടെ അയക്കാൻ എന്നെ കിട്ടൂല. லட்சு, அவ சொன்னதிலேயும் பாயிண்ட் இருக்கு லட்சு. ഇവള് ഇങ്ങനെ സത്യം പറഞ്ഞു തുടങ്ങിയ പ്രശ്നമാകും. പിന്നെ അപ്പോ എങ്ങനെ പോണ്? വിളവെടുപ്പും കാര്യങ്ങളൊക്കെ വിഷുവൊക്കെ അല്ലേ വരാൻ പോണേ. മറ്റേ ചേനയും വെള്ളരിയൊക്കെ വിളവെടുത്താ? വിഷു നമുക്ക് പൊളിക്കണം. പിന്നെ ഒന്നെങ്കിൽ അപ്പൂപ്പൻ ഇങ്ങോട്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ അങ്ങോട്ട്. ആ അമ്മൂമ്മ എന്താ പറയണേ? അപ്പൂപ്പന്റെ സമാധാനം പോയി കാണോ അല്ലേ? അല്ല, അങ്ങനല്ല അപ്പൂപ്പ ഞാൻ ഉദ്ദേശിച്ചത്. ഈ അമ്മൂമ്മ അങ്ങോട്ട് വന്നപ്പം കലിപില അങ്ങനെ. അപ്പൂപ്പ മനസ്സിലായി. അങ്ങനെ പറയില്ല. ഫ്രണ്ട് ഇത് മാറിയിക്കടി, ഫ്ലോയിൽ നടക്കും. അത് പാറു ആള് വന്ന് ആണാ? എന്നാ കൊടുക്കാലോ. എന്നാടാ അപ്പൂപ്പ സംസാരിക്കണോ? ഹലോ,
ആണോ? ഫോൺ കൊണ്ടുവന്ന് തന്നാ മതി. டேய் வரேன்டா. ആ കൊണ്ടുവാ കൊണ്ടുവാ. டேய் நான் ஒரு விஷயம் கேட்கட்டா? കേക്ക് കേക്ക് കേക്ക്. நான் சமைக்கிற ஃபுட்டு அவ்வளோ மோசமா? എന്നാലും பாரு சொன்னா. അവള് പിന്നെ കള്ളം പറയാൻ തുടങ്ങിയ. ഡേയ് പാറേ പാറേ. എന്താട്ടാ? ഡേയ് നിന്റെ അടുത്ത് ഞാൻ കള്ളം പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇപ്പൊ കള്ളം പറഞ്ഞു? ഞാൻ സത്യം മാത്രമല്ലേ പറയത്തുള്ളൂ. അപ്പൊ നീ കനകാന്റെ അടുത്ത് പറഞ്ഞതാ? എടി കനകാന്റി ഉണ്ടാക്കണ ഫുഡ് കൊള്ളത്തില്ലെന്ന് ഞാൻ പറഞ്ഞത് നീ എന്തിനാണ് കനകാന്റെ അടുത്ത് പറഞ്ഞേ? ആ ഞാനെപ്പ പറഞ്ഞു? நீ தானே சொன்ன. അത് ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ആന്റിക്ക് മലയാളം അറിയാത്തോണ്ടാ. കേട്ടാ കേട്ടാ കേട്ടാ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കനാൻറ്റി ഉണ്ടാക്കുന്ന ഫുഡ് കേശുചേട്ടന് മടുപ്പാണെന്നാണ് കേശുചേട്ടൻ പറഞ്ഞത്, അല്ലേ കേശുചേട്ടാ? കനകാന്റി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. നമ്മളീ ചില സമയേ ഈ സ്നേഹമായിട്ടും തമാശയായിട്ടൊക്കെ നമ്മൾ ഓരോരുത്തരോട് ഇങ്ങനെ ഓരോ കാര്യം പറയില്ലേ, അത് അങ്ങനെ എടുക്കാൻ പഠിക്കണം, അല്ലാതെ ദേഷ്യപ്പെട്ടും പറഞ്ഞ രീതിയിൽ എടുക്കരുത് കേട്ടോ പാറേ. எப்படி ஆனாலும் எனக்கு ரொம்ப வருத்தமா இருக்கு. இனி ஏன் கையால பச்சை தண்ணி கூட தரமாட்டேன். இது நீ சாப்பிட வேண்டாம். ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ. എന്റെ അമ്മൂമ്മ, ഞാൻ പറഞ്ഞില്ലേ, ഞാനല്ല അപ്പൂപ്പനെ വിളിച്ച് പറഞ്ഞത്. ഞാനല്ല അല്ല അല്ലാന്ന്. അത് എനിക്ക് എങ്ങനെ അറിയാം? അമ്മമ്മ അപ്പൂപ്പനോട് എന്നെ ചോദിക്ക് ആരാ പറഞ്ഞെന്ന്. അമ്മൂമ്മ ആവശ്യമില്ലാതെ എന്നെ വെറുതെ കുറ്റക്കാരിയാക്കിയുണ്ടല്ലോ. ഞാനല്ലെന്ന്, എന്റെ അമ്മയാണ് സത്യം. കട്ട് ചെയ്തിട്ടു. എന്തെങ്കിലൊക്കെ ദേഷ്യം ഉണ്ടെങ്കില് അത് ഇങ്ങനെ അല്ല തീർക്കണ്ടത്. എന്നോടാണോ? പിന്നെ വേറെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? ആർക്ക് ദേഷ്യം? ആരോട് എന്തൊരു തീർത്തും? ചേച്ചി എന്തിനാണ് പറയണേ? ഓ, സാറിനൊന്നും അറിയാൻ പാടില്ല. നീ അപ്പൂപ്പനെ വിളിച്ചാ? വിളിച്ച്. ഓഹോ, അപ്പൊ നീയാണല്ലോ അപ്പൂപ്പനെ വിളിച്ച് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തത്. ഞാൻ അപ്പൂപ്പനെ വിളിച്ച് എന്തിനാണ് ചേച്ചി പറഞ്ഞോണ്ടിരിക്കണേ? എനിക്ക് ഇപ്പോഴാടാ നിന്റെ സ്വഭാവമൊക്കെ മനസ്സിലായി തുടങ്ങണത്. നീ ഇവിടെ ഉള്ളവരുടെ കുറ്റം കുറവൊക്കെ ഓരോരുത്തരെ വിളിച്ച് പറയാണല്ലേ. ചേച്ചി ചേച്ചി പറയണേ, എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആവണില്ല കേട്ടാ. നിന്റെ ഒരു ക്ലിയർ ആക്കല്. എടാ, നീ ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ പഴവലത്തെ അപ്പൂപ്പനും അമ്മൂമ്മയും ഭയങ്കര വഴക്കാ. ഞാൻ വിളിച്ചു പറഞ്ഞത് അപ്പൂപ്പാടി ഉണ്ടാക്കണമെന്ന് എന്തൊരു ബന്ധം? ഞാൻ പച്ചക്കറി അവിടെ എന്താ വിളവെടുപ്പൊക്കെ കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയാണ് വിളിച്ചു ചോദിച്ചത്. വേറെ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ചേന വിളവെടുത്താന്ന് ചോദിച്ചു. അമ്മൂമ്മ ആ കുന്നത്തെ വീട്ടിലെ സുരേഷ് ചേട്ടന്റെ മോളുടെ നൂലിട്ടിന് പോയ കാര്യം നീ അപ്പൂപ്പനെ വിളിച്ച് പറഞ്ഞില്ല? എടാ, നിനക്ക് അറിയാൻ പാടില്ല ആ കുടുംബത്തോട്ട് കയറി ചെല്ലുന്നത് അപ്പൂപ്പന് ഇഷ്ടമല്ലെന്ന്. വഴക്കാണെന്ന് അവര്. ആ വഴക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് അമ്മൂമ്മ അപ്പൂപ്പന്റെ അടുത്ത് പറയാതെ അങ്ങോട്ട് പോയത്. അമ്മൂമ്മ നമ്മളെ അടുത്ത് എന്താ പറഞ്ഞേ? അപ്പൂപ്പന് ഇത് അറിയാൻ പാടില്ല, കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അമ്മൂമ്മ തന്നെ അപ്പൂപ്പനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നല്ലേ? അപ്പൊ ഞാൻ എന്തിനാണ് മറ്റേ കുന്നത്തെ വീട്ടിലെ സുരേഷ് ചേട്ടന്റെ വീട്ടിൽ പോയ കാര്യം ഞാൻ എന്തിനാണ് വിളിച്ചു പറയണേ? ഞാനൊന്നും വിളിച്ചു പറയില്ല, പിന്നെ എനിക്കതല്ലേ വേല. ഞാൻ അപ്പൂപ്പനെ വിളിച്ച് ഈ പച്ചക്കറിക്കാരുടെ കാര്യത്തിന്റെ കാര്യം ഞാൻ സംസാരിച്ചിട്ട് ഞാൻ ഫോൺ പറ, ബാക്കി കൂടെ പറ. അപ്പൂപ്പനെ വിളിച്ച് പറഞ്ഞ് ഇല്ല, ഫോൺ കട്ട് ചെയ്തില്ല. പകരം ഒരാൾ എന്റെ മേടിച്ചോണ്ട് പോയി. എന്താ ഇവിടെ എന്താ നീയാണോ പറഞ്ഞേ? എന്തോന്ന്? അപ്പൂപ്പനെ ഫോൺ വിളിച്ചില്ലേ മക്കള് നേരത്തെ? അപ്പൊ ഈ കുന്നത്തെ വീട്ടിലെ സുരേഷ് ചേട്ടന്റെ മോളുടെ നൂലികെട്ടിന് അമ്മൂമ്മ ഇവിടുന്ന് പോയ കാര്യം മക്കള് പറഞ്ഞു? ആ പറഞ്ഞു. എന്തിനാ മോളെ പറഞ്ഞു? ഓരോന്ന് പറഞ്ഞതിന് കൂട്ടത്തിലങ്ങ് പറഞ്ഞു. എടി, അമ്മൂമ്മ നമ്മളോട് എടുത്ത് പറഞ്ഞതല്ലേ അത് അപ്പൂപ്പൻ അറിയാൻ പാടില്ല, അപ്പൂപ്പൻ അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമെന്ന്. കള്ളത്തരത്തിന് കൂട്ടിയിക്കാൻ ഇനി എന്നെ കിട്ടൂല ഈശോട്ടാ. പിന്നെ ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ പറയാം.
ഞാൻ സത്യം മാത്രമേ പറയൂ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.